ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അൽവാര അർബിലോവയുടെ കീഴിലുള്ള ആദ്യ മത്സരത്തിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് റയൽ മാഡ്രിഡിന് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. കോപ്പ ഡെൽ റേയുടെ പ്രീ ക്വാർട്ടർ പോരാട്ടമായിരുന്നു. സെക്കൻഡ് ഡിവിഷനിലെ ദുർബലരായ ടീമാണ് അൽബസിറ്റി. അവരോടാണ് റയൽ മാഡ്രിഡ് 2-3 ഗോളുകൾക്ക് പരാജയപ്പെട്ടുകൊണ്ട് കോപ്പ ഡെൽ റേയിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. സെക്കൻഡ് ഡിവിഷനിൽ 17ാം സ്ഥാനത്തുള്ള ടീമാണ് അൽബസിറ്റി. അവരാണ് ഇപ്പോൾ റയലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുറത്താക്കിയിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് അവർ റയലിനെ തോൽപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ചില സൂപ്പർ താരങ്ങൾ ഒന്നും ഇല്ലാതെയാണ് ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഇറങ്ങിയിട്ടുള്ളത്. അതേസമയം വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു മത്സരത്തിലെ ക്യാപ്റ്റൻ. എന്നാൽ റയലിന് പിഴക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് തവണ റയൽ മാഡ്രിഡ് പിറകോട്ട് പോയി. 42ാമത്തെ മിനിറ്റിൽ വിആറിലൂടെ അൽബസിറ്റി ലീഡ് എടുക്കുകയായിരുന്നു. പിന്നീട് ആദ്യ പകുതിയുടെ അവസാനത്തിൽ മസ്റ്റാൻഡുവോനോ റയലിന് വേണ്ടി സമനില ഗോൾ കണ്ടെത്തി. എന്നാൽ 82ാമത്തെ മിനിറ്റിൽ ബെറ്റാങ്കോർ അൽബസിറ്റിക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തു എന്നുള്ളതാണ്. പിന്നീട് 91ാമത്തെ മിനിറ്റിൽ കിഡിലൻ ഹെഡർ ഗോളിലൂടെ ഗോൺസാലോ ഗാർഷ്യ റയലിനെ ഒപ്പമെത്തിച്ചു. എന്നാൽ 3 മിനിറ്റിന് ശേഷം റയലിന് തോൽവിക്ക് കാരണമായ ഗോൾ വഴങ്ങേണ്ടി വന്നു. അതായത് അൽബസിറ്റി ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയായിരുന്നു. അതിനുശേഷം ബെറ്റാൻകോറിന്റെ ഒരു കിഡിലൻ ഫിനിഷിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതോടുകൂടിയാണ് അട്ടിമറി തോൽവി റയലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. കോപ്പ ഡെൽ റേയിൽ നിന്നും അവർ പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ്. അർബിലോവക്ക് തുടക്കം തന്നെ പിഴക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ സൂപ്പർ താരങ്ങളെ ഈ മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തിയതിൽ തനിക്ക് ഖേദമില്ലെന്ന് ഈ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്റ്റാർ പ്ലെയേഴ്സിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ എനിക്ക് ഖേദമില്ല. അത് എനിക്ക് ഇനിയും ചെയ്യേണ്ടി വന്നാൽ ഞാനത് 1000 തവണ ചെയ്യാൻ വരെ റെഡിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ടീം അത് ഫന്റാസ്റ്റിക് ആയ ടീമായിരുന്നു. ലോകത്തെ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ടീം തന്നെയായിരുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇതാണ് അൽവാരോ അർബിലോവ പറഞ്ഞിട്ടുള്ളത്. ചില പരീക്ഷണങ്ങളൊക്കെ ടീമിനകത്ത് നടത്തിയിരുന്നു. അതായത് യൂത്ത് ടീമിലെ ചില താരങ്ങളെയെല്ലാം അദ്ദേഹം ടീമിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. റയൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു. പക്ഷെ കിട്ടിയ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് റയലിനെ പുറത്താക്കാൻ അൽബസിറ്റിക്ക് സാധിക്കുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.